ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ടേസ്റ്റിയാണെന്ന് മാത്രമല്ല, വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ ഉൾവശത്ത് നേരിയ ആരുകൾ ഉള്ള ഒരു ടെക്സ്ചറാണ് ഈ കലത്തപ്പത്തിനുള്ളത്. ഇതുപോലുള്ള കലത്തപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ നേരം ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിക്ക് പകരം ജീരകശാല റൈസ് വെച്ചും നിങ്ങൾക്ക് കലത്തപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക തൊലി കളഞ്ഞ ശേഷം അതിൻ്റെ അരി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി ചൂടാകുമ്പോൾ 1/2 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ച് നല്ല ശർക്കര പാനിയാക്കി അരിച്ചെടുത്ത് ഇത് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ചൂടോടെ വേണം പാനി ഒഴിച്ചു കൊടുക്കാൻ. പാനി ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ വിസ്ക് വെച്ചോ സ്പാറ്റില വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. 1 മിനിറ്റ് നേരം മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലത്തപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. ഞാനിത് ഇവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങാക്കൊത്തും അതുപോലെ ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് ഇതുപോലെ ബ്രൗൺ നിറം വരുന്നത് വരെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്കൊരു പാത്രത്തിൽ മാറ്റി വെച്ച ശേഷം ഇനി ഈ കുക്കറിലേക്ക് കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിക്കാം. മാവ് ഒഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്ത ശേഷം വേണം ഈ മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും വറുത്തെടുത്ത ചുവന്നുള്ളിയും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇനി കുക്കർ മൂടി വെയിറ്റ് ഇടാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ. 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലും ഏകദേശം ഒരു 8 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലും നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇവിടെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കലത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. അതേസമയം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.